സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുന്ന വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം സമാപിച്ചു. മാലിന്യ സംസ്കരണ സംവിധാനം സജ്ജമായി വരുമ്പോഴും പൊതുനിരത്തിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഇതിനെ പ്രതിരോധിക്കാനാണ് വലിച്ചെറിയൽ വിരുദ്ധ വാരം ആചരിക്കുന്നത്. ആലത്തൂർ നിയോജക മണ്ഡലതല ഉദ്ഘാടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തി. KD പ്രസന്നൻ MLA ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം എന്ന ക്യാമ്പയിൻ ആരംഭിച്ചതിന് ശേഷം വളരെ വ്യാപകമായ പ്രചരണം സമൂഹത്തിൽ കൊണ്ടുവരികയും വലിയ മാറ്റം അതിൻ്റെ ഭാഗമായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഇപ്പോഴും എത്താൻ വേണ്ടി കഴിഞ്ഞു. പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം മാലിന്യം പൊതുനിരത്തുകളിൽ വലിച്ചെറിയാൻ പാടില്ലാത്തതാണ്, പൊതുസമൂഹത്തെ അപകടപ്പെടുത്തുന്ന തൻ്റെ നിലപാട് തിരുത്തേണ്ടതാണ് എന്ന തോന്നലുകളിലേക്ക് ആളുകളെ എത്തിക്കാൻ കുറേ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പൂർണ്ണതയിലെത്തിയിട്ടില്ല. ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അടിഞ്ഞുകൂടിയിട്ടുള്ള തെറ്റായ ചിന്തകൾ, അതാണല്ലോ മാലിന്യം എന്ന് പറയുന്നത്. അത്തരത്തിൽ മനുഷ്യരുടെ മനസ്സിനുള്ള അത്തരം മാലിന്യങ്ങൾ നീക്കം ചെയ്തെങ്കിൽ മാത്രമാണ് പൊതുനിരത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള മാലിന്യ മുക്ത ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പൊതുവെ ഇന്ത്യയിൽ ഏറ്റവും വൃത്തിയുള്ളവർ എന്നറിയപ്പെടുന്നവരാണ്. ലോകത്തെവിടെ ചെന്നാലും മലയാളികളുടെ വൃത്തിയും വെടുപ്പും അവരുടെ 3 നേരത്തെ കുളിയും അവരുടെ വസ്ത്രധാരണ രീതികളും എല്ലാം ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നത് സമ്മതിക്കുന്നതാണ്. പക്ഷെ അതെല്ലാം പുറംകാഴ്ചയ്ക്ക് മാത്രമുള്ളതാണ് എന്ന്. യഥാർത്ഥത്തിൽ മലയാളികളുടെ മനസ്സിനകത്ത് മറ്റു പല സംസ്ഥാനങ്ങളുടെയും മനുഷ്യരുടെ മനസ്സിനകത്തുള്ള വൃത്തിയും വെടുപ്പും ഇല്ല എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് പൊതുനിരത്തുകളിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മാലിന്യം എന്ന് പറയുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ഷൈനി അധ്യക്ഷയായി. PA. വീരസാഹിബ് വിഷയാവതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു മുഖ്യാതിഥിയായി. UTV ന്യൂസ്, പാലക്കാട്.